ഇന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടൊരു വാർത്ത, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, പാലക്കാട്ട് നിന്നുള്ള BJPയുടെ നേതാവ് C. കൃഷ്ണകുമാറിനെതിരെ ഒരു യുവതി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് സെക്ഷൽ അബ്യൂസിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു യുവതി തൻ്റെ എല്ലാ സ്വകാര്യതയും നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡിജിറ്റൽ ഫോർമാറ്റിൽ ത്രൂ ഇമെയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന് നൽകിയിട്ടുള്ള പരാതി, ആ പരാതി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു. പക്ഷേ അപ്പോഴും മാധ്യമങ്ങൾ അവിടെ ആ സ്ത്രീയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയാണ് ഈ വാർത്തകൾ നൽകിയത്. നമ്മുടെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നതും അതാണ്. ലൈംഗിക പീഡന കേസുകളിൽ, അത്തരത്തിൽ ആരോപണങ്ങൾ വരുന്ന കേസുകളിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി, ആ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ പേരോ ഐഡൻറ്റിറ്റിയോ പുറത്തു വരുന്ന തരത്തിൽ ആരും തന്നെ വാർത്തകൾ കൊടുക്കാനോ അതല്ലെങ്കിൽ പരാമർശങ്ങൾ നടത്താനോ പാടില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത്. എന്നാൽ ഇന്ന് ആരോപണ വിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ, അദ്ദേഹം കേവലം ഒരു വ്യക്തി മാത്രമല്ല, ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പൊതുപ്രവർത്തകനായിരിക്കേണ്ട വ്യക്തി, നിയമം അറിയുന്ന വ്യക്തി, ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും മുൻപിൽ ആ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് പത്രസമ്മേളനം നടത്തിയത്. അതിജീവിത ആരാണ് എന്ന് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയത്, ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെതിരെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ക്രിമിനൽ കേസുകൾ ചുമത്തേണ്ടതാണ്. നാളെ ഒരു സ്ത്രീയും തനിക്കെതിരെ പരാതി പറയാൻ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുക, മാനസിക സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം ആരോപണ വിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ നടത്തിയിട്ടുള്ളത്. ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതിക്കെതിരാണ്. സമാനമായിട്ടുള്ള കേസുകളിൽ സംസ്ഥാനത്ത് ക്രിമിനൽ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇരയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നതും അത്തരത്തിൽ പ്രചരണം നടത്തുന്നതുമെല്ലാം അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്. അതുകൊണ്ട് ആദ്യം ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാറിനെതിരെ പോലീസ് അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നത്തെ വാർത്താ സമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു. നിങ്ങൾ പല മാധ്യമപ്രവർത്തകരും ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള, പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് C. കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവം നടന്നത് 2012-13 കാലഘട്ടത്തിലോ മറ്റോ ആണ്. ഞാൻ എന്തായാലും അതിലേക്ക് വരാം. പക്ഷേ കൃഷ്ണകുമാറിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നായിരുന്നു. മാധ്യമങ്ങൾ ചോദിച്ചു, കോടതി നിങ്ങളെ സെക്ഷൽ ഹരാസ്മെൻറ്റ് കേസിൽ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ വിധിപ്പകർപ്പിൽ അത്തരമൊരു വാചകം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, പോലീസ് അന്വേഷിച്ചൊഴിവാക്കി എന്ന് പറഞ്ഞു. വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പോലീസ് അന്വേഷിച്ച് ഏതെങ്കിലും കേസിൽ നിന്ന് ആരെങ്കിലും ഒഴിവാക്കി ഇനിയിപ്പോൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ അത് ഒരു ഇരയ്ക്ക്, അതിജീവിതയ്ക്ക് പരാതിപ്പെടാനുള്ള അവസരം നിഷേധിക്കുന്നതല്ല. ഈ രാജ്യത്ത് ഒട്ടേറെ കേസുകളിൽ അതിജീവിതമാരുടെ പരാതികൾ പോലീസ് ഉദ്യോഗസ്ഥർ പല തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കേസ് നടന്നിട്ടുള്ള 2012 ഈ കുട്ടി പിതാവിൻ്റെ, ഇപ്പോൾ ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി കൃഷ്ണകുമാറായിട്ട് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് കാര്യം പറയേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ, അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതാണ് അവിടെ നടന്നത്. അദ്ദേഹത്തിന് ഒരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല.